ഇറിഗേഷൻ്റെ ആയിട്ടുള്ള ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ബിന്ദുവിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ബിന്ദു അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടി അവർ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് കെ പ്രസാദ്, CPIയുടെ നേതാവായിട്ടുള്ള സഖാവ് പാപ്പനംകോട് അജയൻ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗം സഖാവ് VN വിനോദ് കുമാർ, ഏറെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ വികസനം ആഗ്രഹിച്ച് വികസനത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ പ്രിയമുള്ളവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ നാടിന്റെ ഏറെ കാലത്തെ ഒരു അഭിലാഷമായിരുന്നു ഈ മുട്ടാർ തോടിന്റെ നവീകരണം എന്നുള്ളത്. അതായത് ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ തന്നെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരമാകുമെന്നും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കാകെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള സംശയങ്ങൾ ഈ വർക്കിനെ സംബന്ധിച്ചുണ്ടെങ്കിലും ഒരു ജനങ്ങൾക്ക് പോലും ഒരു ശ്രീ ശിവൻകുട്ടി സാറാണ് വേദിയിൽ സാധിച്ചില്ല. ബഹുമാനിയെ നിങ്ങളുടെ ഏവരെയും അനുമതിയോടുകൂടി ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം മണ്ഡലത്തിലുള്ള മുട്ടാർത്തോട് സ്നേഹപുരി പ്രദേശത്ത് ഉത്ഭവിക്കുന്ന ഒരു മലവെള്ള നീരൊഴുക്ക് ചാലാണ്. ഉത്ഭവസ്ഥാനത്ത് തോടിൻ്റെ വീതി ഏകദേശം 17 മീറ്ററാണ്. എന്നാൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏകദേശം അമ്പലക്കുന്ന് പ്രദേശത്ത് ഏകദേശം 3.5 മീറ്റർ ആയിട്ടിടുകയും തുടർന്നുള്ള ഭാഗങ്ങളിൽ 60 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ചാലായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ചെറിയ മഴയ്ക്ക് പോലും ുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെയും അതിലേറെ ആത്മവിശ്വാസത്തോടെയുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. നിയമം എന്ന ഒരു കാലത്ത് വികസനം മുരടിപ്പിന്റെ പര്യായമായി എന്ന് സത്യം നാം മറക്കരുത്. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം വികസനം മരവിച്ച നമ്മുടെ മണ്ഡലം ഇന്ന് 1000 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികളുമായി വികസന കുതിപ്പിലാണ്. ഈ മാറ്റം വെറുതെ ഉണ്ടായതല്ല, മറിച്ച് കൃത്യമായ ആലോചനയുടെയും ആസൂത്രണത്തിന്റെയും കഠിന ശ്രമത്തിന്റെയും ഫലമായാണ്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മുട്ടാർ തോട് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനാണ്. ഈ മേഖലയിലെ ജനങ്ങൾ വർഷങ്ങളായി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മഴക്കാലത്തെ വെള്ളക്കെട്ട്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 8,80,00,000 രൂപ മുട്ടാർ തോട് നവീകരണത്തിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. തോടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് വീണ്ടെടുക്കുന്നതോടൊപ്പം ജലസേചന സൗകര്യങ്ങൾ സംരക്ഷിക്കുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇതിന് അനുബന്ധമായി കരമനയാറിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 5 കോടി രൂപ കൂടി നാം വകയിരുത്തിയിട്ടുണ്ട്. ആകെ 36 കോടി രൂപയുടെ ജലസേചന വെള്ളക്കെട്ട് നിവാരണ മണ്ഡലത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ജീവനാടിയായ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വലിയ വിപ്ലവമാണ് നാം നടത്തുന്നത്. മണ്ഡലത്തിലെ റോഡ് വികസനത്തിന് മാത്രം 320 കോടി രൂപയാണ് നാം നീക്കി വെച്ചിട്ടുള്ളത്. 20 വർഷമായി നടക്കാതിരുന്ന തിരുമല തൃക്കണ്ണാർ റോഡിന്റെ വികസനത്തിനായി 20 കോടി രൂപ 80 ലക്ഷം രൂപ അനുവദിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ആണ്. വിഭജിക്കപ്പെട്ട് കിടന്ന പ്രദേശങ്ങളെ ഒരുമിപ്പിക്കുവാനുള്ള സ്നേഹ സന്ദേശവുമായി 70 കോടി 50 ലക്ഷം രൂപ ചെലവിൽ 8 പുതിയ പാലങ്ങളാണ് നേമത്ത് യാഥാർത്ഥ്യമാകുന്നത്. മുടവൻമകൾ, മധുപാലം, കല്ലടിമുഖം തുടങ്ങിയ പാലങ്ങൾ ഇതിന്റെ തെളിവാണ്. മുടവൻമകൾ പാലം അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടും. അത് ചരിത്ര സംഭവമായി മാറുകയാണ്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനം ഉണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ 91 കോടി 20 ലക്ഷം രൂപയുടെ സ്കൂൾ കെട്ടിട നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് 23 സ്കൂളുണ്ട് നമുക്ക്.
19 സ്കൂളിലും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയുക. ഇത് ഞാൻ പറയുമ്പോൾ 2016 മുതലുള്ള 5 വർഷക്കാലത്തെ കാര്യങ്ങളോട് ആലോചിച്ച് നോക്കണം. ഒരു ഈച്ച പോലും അടങ്ങിയിട്ടില്ല ഒരു സ്കൂളിന്റെ പിന്നെ അവിടെ വാഴമുട്ട സ്കൂളിനായി. വാഴമുട്ടത്ത് 1200 കുട്ടികളുണ്ട്. പാവപ്പെട്ട ഒരു കുട്ടികളാണ് പഠിക്കുന്നത്. അവിടെ 11,30,00,000 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 11,30,00,000. 1-ാം നില പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അവിടെ ലിഫ്റ്റ് ഉണ്ട്, എയർ കണ്ടീഷൻ പോലെ ഉണ്ട്. കമലേശ്വര സ്കൂളിനായി 8,90,00,000 രൂപ അനുവദിച്ചു കഴിഞ്ഞു. നേമത്തെ സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യത്തിന് ഹബ്ബായി മാറ്റുക എന്ന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പാപ്പനംകോട് സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നാം ആരംഭിച്ചു. വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുവാൻ ഇത് സഹായിക്കും. ആരോഗ്യമേഖലയിൽ ശാന്തിപുരം നേമം താലൂക്ക് ആശുപത്രിയുടെ 52,30,00,000 രൂപയുടെ വികസനം നടക്കുന്നത്. 8 നില വീതമുള്ള 2 ഘട്ടങ്ങൾ ഏതാണ്ട് ഘട്ടം പൂർത്തീകരിക്കാൻ മട്ടിലൊക്കെയാണ് പോകുന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി അവിടെ നടക്കും. 30 താലൂക്ക് ആശുപത്രി 52,30,00,000 രൂപ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നോക്കാൻ വേണ്ടി പോയത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണം, നാഷണൽ ഹൗസിംഗ് മ്യൂസിയം, കരമനാറിന്റെ തീരത്ത് വാക്വേ തുടങ്ങിയ നിയമത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ഒട്ടനവധി പദ്ധതികൾ പുരോഗമിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു കാലത്ത് വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി വിശേഷിക്കപ്പെട്ട നിയമം ഇന്ന് മതനിരപേക്ഷ കേരളത്തിന്റെ കരുത്തായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വർഗീയതയല്ല, മറിച്ച് തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന വികസനമാണ് നിയമത്തിന്റെ ജനവിധി തെളിയിച്ചു. ഈ വികസനത്തെക്കുറിച്ച് അവസാനിക്കുന്നില്ല. മതനിരപേക്ഷയും വികസനവും കൈകോർക്കുന്ന ഒരു പുതിയ നിയമത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനുണ്ട്: നിയമം നന്മ തുടരും. എല്ലാവർക്കും നന്ദി. അഭിവാദ്യം.